അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചതിൻ്റെ പേരിൽ ഒരു MLA-ക്ക്, അതും മുൻ മന്ത്രി കൂടിയായ ഒരു MLA-ക്ക് തടവ് ശിക്ഷ. ആന്റണി രാജുവിന് തടവ് ശിക്ഷ ലഭിച്ച തൊണ്ടിമുതൽ കേസിനെ കുറിച്ച് പറഞ്ഞാൽ കുറേയുണ്ട്. ആരായാലും മണ്ടറടിച്ചിരുന്നു പോകും. അമ്മാതിരി ടിസ്റ്റുള്ള കേസാണ്. ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്ന് ആന്റണി രാജു രാഷ്ട്രീയത്തിൽ അത്ര സജീവമായിട്ടില്ല. തിരുവനന്തപുരം മഞ്ചിയൂർ കോടതിയിൽ അഡ്വക്കേറ്റ് സെലിൻ വിൽഫ്രഡിൻ്റെ കീഴിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന സമയം. അക്കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ഓസ്ട്രേലിയക്കാരൻ വന്നിറങ്ങി, ആൻഡ്രൂ സാൽവദോർ സർവനി. പുള്ളിയാണ് ഈ കേസിലെ ആണിക്കല്ല്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1990 ഏപ്രിൽ 4-ന് ആൻഡ്രൂ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അവിടെ വെച്ച് തന്നെ പുള്ളിക്കാരൻ അറസ്റ്റിലുമായി. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 60 ഗ്രാം ഹാഷിഷാണ് ആൻഡ്രൂ കൊണ്ടുവന്നിരുന്നത്. സംഭവം കേസായതോടെ ആന്റണി രാജുവിൻ്റെ സീനിയർ പ്രതിയുടെ വക്കാലത്തെടുത്തു. വിചാരണ കോടതിയിൽ ആൻഡ്രൂ 10 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഹൈക്കോടതിയിൽ അനുകൂല വിധി ലഭിച്ചു. അതിൻ്റെ പ്രധാന കാരണമായിരുന്നു തൊണ്ടിമുതലായി കണ്ടെടുത്ത അടിവസ്ത്രം. ഹാഷിഷ് കൊണ്ടുവന്നുവെന്ന് പോലീസ് പറയുന്ന അടിവസ്ത്രം ഒരു കാരണവശാലും പ്രതിക്ക് പാകമാകില്ലെന്നായിരുന്നു പ്രതിഭാഗം ഹൈക്കോടതിയിൽ വാദിച്ചത്. ഹൈക്കോടതി വെറുതെ വിട്ടതോടെ ആൻഡ്രൂ വൈകാതെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചുപോയി. ആ കേസ് ഏതാണ്ട് തേഞ്ഞു മാഞ്ഞുവെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അക്കാലത്ത് ഇറങ്ങിയ ആനവാൽ മോതിരം എന്ന ശ്രീനിവാസൻ സിനിമയിലും ഏതാണ്ട് സമാനമായൊരു സീനുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആൻഡ്രൂ വീണ്ടും ഓസ്ട്രേലിയയിലെത്തി. അവിടെ പഴയ പോലെ തന്നെ കുറ്റകൃത്യങ്ങൾ തുടർന്നു. ഒരിക്കൽ ഒരു കൊലക്കേസിൽ അറസ്റ്റിലുമായി. തടവിൽ കഴിയുന്ന കാലത്ത് ആൻഡ്രൂ പണ്ടത്തെ വീരകഥകൾ പറയുന്ന കൂട്ടത്തിൽ താൻ കോടതി ജീവനക്കാരന് കൈക്കൂലി കൊടുത്ത് തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് തടവുകാരനോട് പറഞ്ഞുപോയി. അയാൾ അത് നേരെ ഓസ്ട്രേലിയൻ പോലീസുകാരോടും അവരത് ഇന്റർപോളിനോടും പറഞ്ഞു. പിന്നെയെല്ലാം ഫാസ്റ്റായിരുന്നു. ഇന്റർപോൾ CBIയെയും CBI കേരള പോലീസിനെയും ഇക്കാര്യം അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CI KK ജയമോഹൻ കേസിൽ വീണ്ടും കോടതിയെ സമീപിച്ചു. അങ്ങനെ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ വീണ്ടും വിചാരണ തുടങ്ങി. ഇനി തൊണ്ടിമുതൽ എങ്ങനെയാണ് ആൻഡ്രൂവിന് പാകമാകാതെ പോയതെന്ന് പറയാം. ഹാഷിഷ് കേസിൽ വിചാരണ കോടതി ആൻഡ്രൂവിനെ ശിക്ഷിച്ച സമയത്താണ് തൊണ്ടിമുതലിൽ ചെറിയൊരു കൃത്രിമം. അതാണിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനവും തെറിപ്പിച്ച് തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. അക്കാലത്ത് ആൻഡ്രൂവിൻ്റെ ബന്ധുവെന്ന പേരിൽ എത്തിയ ഒരു പോളും ആന്റണി രാജുവും ചേർന്ന് പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ ഒപ്പിട്ട് വാങ്ങി. കൂട്ടത്തിൽ പ്രധാന തെളിവായ അടിവസ്ത്രവും ഉണ്ടായി. പിന്നീട് അടിവസ്ത്രം വെട്ടിത്തയ്ച്ച് ചെറുതാക്കി രഹസ്യമായി തിരിച്ചേൽപ്പിച്ചു. സാധാരണയായി തൊണ്ടിമുതലുകളെ കുറിച്ച് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം സെക്ഷൻ സ്റ്റോറിലേക്ക് മാറ്റുകയാണ് പതിവ്. അത് പിന്നീട് കോടതിയുടെ അനുമതിയില്ലാതെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. പക്ഷെ ചട്ടം ലംഘിച്ച് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് തൊണ്ടിമുതൽ പുറത്തെത്തിച്ചു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ കറങ്ങി സത്യം വീണ്ടും കേരളത്തിലെത്തിയപ്പോൾ തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ KS ജോസ് 1-ാം പ്രതിയായി, ആന്റണി രാജു 2-ാം പ്രതി. അപ്പോഴേക്കും ആന്റണി രാജു രാഷ്ട്രീയത്തിൽ സജീവമായി, MLA ആയി, മന്ത്രിയുമായി. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഒടുവിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് വിധി എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 16-ന് വിചാരണ പൂർത്തിയായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 29 സാക്ഷികളിൽ 19 പേരെയും വിസ്തരിച്ചു. തൊണ്ടിമുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പുതിയ നൂലുകൾ കണ്ടെത്തിയതാണ് ആന്റണി രാജുവിന് വിനയായത്. അതുമാത്രമല്ല, ആൻഡ്രൂവിൻ്റെ സ്വകാര്യ വസ്തുക്കൾ കൈപ്പറ്റുന്നതിനായി രജിസ്റ്ററിൽ ആന്റണി രാജു ഒപ്പിട്ട് നൽകിയതും തെളിവ്. അങ്ങനെ അന്വേഷണത്തിൻ്റെയും വിചാരണയുടെയും വലിയൊരു കാലഘട്ടത്തിന് ശേഷം ആന്റണി രാജു ജയിലിലേക്ക്.